പ്രതീക്ഷയാത്രയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് പിന്നെയും. അപ്പോൾ ബാക്ക് പോവാം. ഇന്ന് നമ്മൾ പോകുന്നത് യൂണിവേഴ്സൽ എപ്പിക് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ പാർക്കാണ്. ഇന്ന് നമ്മൾ പോയത് വേറെ 2 ഡിഫറെൻറ്റ് പാർക്സാണ്. ടോട്ടൽ ഇവിടെ 4 പാർക്സ് ഉണ്ടല്ലേ. എത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റും എത്രയൊക്കെ നോക്കണേ. ഇന്ന് നമ്മൾ പോണത് യൂണിവേഴ്സൽ എപ്പിക് യൂണിവേഴ്സ്. ഓക്കെ, അങ്ങനെ എവിടേക്കാണ് പോകണമെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. Hi. Thank you. Regular parking? Yes, regular parking. You have an epic day. Thank you. Thanks so You're much. welcome. അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ ലൈനൊന്നും ഇല്ലാണ്ട് നല്ലൊരു എപ്പിക് ഡേ ആവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മളുടെ പാർക്ക് ചെയ്യാൻ പോയി. നമ്മളെത്തി, നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ എന്നാലും ചെയ്ത പോലെ തന്നെ. പിന്നെ നമ്മൾ ഇട്ടേക്കുന്നത് മാച്ചിങ് ആയിട്ടുള്ള ഹൂഡി ഓർമ്മയുണ്ടോ? നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേന്ന് വാങ്ങിയത് ഗ്യാപ്പിൽ നിന്ന്, അതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ്സൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കത് പാർക്കിലേക്ക് എൻട്രി കിട്ടി. ഈ സറൗണ്ടിങ് കണ്ടിട്ട് അത്ര തിരക്ക് തോന്നുന്നില്ല. മേ ബി ചിലപ്പോൾ ഈ പാർക്ക് പുതിയതായിട്ട് ബിൽഡ് ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. അങ്ങനെ കുറച്ച് നേരം ഈ റോളർ കോസ്റ്ററിൻ്റെ സ്ക്രീംസൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ റൈഡിലേക്ക് നടന്നു. നേരത്തെ വിചാരിച്ചതെല്ലാം തിരിച്ചെടുക്കേണ്ടി വന്നു. കണ്ടോ, ഈ റൈഡിൻ്റെ വെയിറ്റ് ടൈം 120 മിനിറ്റ്സ് ആയിരുന്നു, അതായത് 2 മണിക്കൂർ. ഭയങ്കര അധികം ലൈനായിരുന്നു, ഭയങ്കര സ്ലോ മൂവിങ് ആയിരുന്നു. ഇവിടെ ഈ എപ്പിക് യൂണിവേഴ്സ് പുതിയതായതുകൊണ്ട് വളരെ ചുരുക്കം റൈഡ്സ് ഉള്ളൂ, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നെയിം പ്ലേസ്, അനിമൽ തിങ് അങ്ങനെയൊക്കെ കളിച്ച് കുറച്ച് സമയം കളഞ്ഞെങ്കിലും ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ഉള്ള ഒരു റൈഡായതും. ഭയങ്കരമായിട്ട് ടയർഡായി റൈഡിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും നമ്മൾ വന്നത് ഇതിനാണല്ലോ, അപ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഇവരുടെ ഡിസൈൻസൊക്കെ ഒന്ന് കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത് മോഷൻ ഡിറ്റക്ഷൻ, നമ്മൾ നടന്നു വരുമ്പോൾ പച്ചപ്പുക. അപ്പോൾ നമ്മളും അതിലേക്ക് കയറി. ഈ ഡയറക്ഷൻ പോയിൻ്റായിട്ട് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ റൈഡ് എത്തിയെന്ന്. പക്ഷെ അല്ല, അത് വെറും ലൈൻ്റെ പ്രോഗ്രസ് ആയിരുന്നു. അങ്ങനെ പല സ്ഥലത്തും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫൈനലി നമ്മൾ ടേൺ ആവാറേ കുറേ നേരം മേടിച്ചത്. പേഷ്യൻസ് ആണല്ലേ ശരിക്കും ഇതിനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈഡ്. നമുക്ക് നമ്മുടെ സ്ഥലം കിട്ടി. അപ്പോൾ ഈ റൈഡ് ഹാരി പോട്ടറിൻ്റെ ഒരു റൈഡാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു സ്റ്റോറീൻ്റെ ഒരു ഡിപ്പിക്ഷനാണ് കാണിക്കാൻ പോണത് ഇതിൽ. ഇഷ്ടമായി, നല്ലായിരുന്നു. നെക്സ്റ്റ് റൈഡിലേക്ക് പോകണ മുന്നേ തന്നെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൈഡ്സൊക്കെ നടക്കുമ്പോൾ അവരിടയ്ക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാം നമ്മുടെ എങ്ങനെയാണെന്ന്. ഇവിടെ നിന്ന് ലോക്ക്ഡ് ആയിട്ടായിരിക്കുക അത് ഫോട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരത് പ്രിൻറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫ്രെയിമിൽ ഞാൻ ടർക്കിഷ് ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ കിട്ടുമെന്ന് തോന്നിയിട്ട് കുറേ നേരം ഞാൻ കൈ കാണിച്ചു. ലാസ്റ്റിൽ അവർ പാക്കറ്റിലൊക്കെ ഇട്ടിട്ട് നമുക്ക് തന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഈ ഫോട്ടോ മേടിച്ചു. നമ്മളങ്ങനെ എല്ലാ റൈഡ്സിനും ഫോട്ടോസൊന്നും എടുക്കാറില്ല കേട്ടോ. കാരണം മിക്കവാറും എൻ്റെ ഐസ് ക്ലോസ് ആയിരിക്കും. ഇതിൽ മാത്രം എന്തോ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിരുന്നു വൈഡ്, അതുകൊണ്ട് മേടിച്ചു. പച്ചേൻ്റെ ഉള്ളിൽ നടന്നു പോവാം. പച്ചപ്പോകാം. അങ്ങനെ കുറച്ച് നേരം ഈ പുകേൻ്റെ ഉള്ളിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. അങ്ങനെ കുറച്ച് നേരം ഈ ഹാരി പോട്ടറിൻ്റെ ഫേവറേറ്റ് സ്നോയി ഔളുടെ ഭംഗിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ സർക്കസ് കാണാൻ കയറി. ഇതും ഒരു തീം ബേസ്ഡ് ഷോ ആയിരുന്നു. കുഴപ്പമില്ലാത്തൊരു ഷോ. എന്തായാലും എത്ര ലോങ് വെയിറ്റിങ്ങിൽ നിൽക്കാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയതിലൊരു സന്തോഷത്തിൽ നമ്മളിത് കണ്ട് പുറത്തിറങ്ങി.
നമ്മളിപ്പോൾ ബട്ടർ ബീർ മേടിക്കാൻ പോവാം. ഇവിടെ ഒരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്, പേര് അങ്ങനെയുള്ളതെന്നുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഹാരി പോട്ടറിൻ്റെ റൈഡ് മേടിക്കുന്നത്. നമ്മളിപ്പോൾ ഈ റൈഡ് ചെയ്യാൻ വന്നാലും ഇത് മേടിക്കാം. കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ബട്ടർ ബീർ മേടിച്ചു. ഇനി നമുക്കിത് കുടിച്ച് വേറെ റൈഡിലേക്ക് പോവാം. ഈ റൈഡിൻ്റെ തീം ഒരു ഡാർക്ക് യൂണിവേഴ്സ് കോൺസെപ്റ്റിൻ്റെ ആയിരുന്നു. ഈ റൈഡിൽ ബാക്ക് പാക്സ് അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബാഗ് നമ്മുടെ ലോക്കർ സെക്ഷനിൽ വെച്ചിട്ട് റൈഡിലേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു ഈ റൈഡ് അല്ലേ? കുറെ മോൺസ്റ്റേഴ്സും ഡ്രാക്കുലയും ഒക്കെ ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. ഇത് വേണ്ട, തിരിച്ചു വെക്കാം. ഇവിടെ ലൈവ് ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അത് നിന്ന് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ വാട്ടർഫാൾ കണ്ടു. അപ്പോൾ ഇവിടെ തന്നെ ക്ലോസിങ് ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ ലൈനിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ക്യൂ നിന്ന് കാലൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഡേ 2 കഴിച്ചു. നമ്മളിന്ന് ഇത്രയൊക്കെ ചെയ്തുള്ളൂ, കാരണം ഭയങ്കര വെയിറ്റിംഗ് ടൈമായിരുന്നു. നമ്മൾ കാണിച്ചില്ലേ, ഓൾമോസ്റ്റ് 2 hours ഒക്കെ ഉള്ള റൈഡ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പം എൻ്റെ സ്റ്റാമിന പോയി. കോംപ്ലൈൻ പോയി എന്ന് പറയുന്നത്. എനിക്ക് ഇനിയും ഒരു ദിവസം ചാർജ് ഉണ്ട്. ഓക്കെ അപ്പം അത് ഈ ഒരു ഷോ കൂടി ഉണ്ട്, ഒരു ഡ്രാഗൻ്റെ ഷോ. അതുകൂടി നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഹോട്ടലിൽ പോവാം അല്ലേ? അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് നമുക്ക് വളരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേഗം കാണാം. ഇതുവരെയ്ക്കും സൈനിങ് ഓഫ് പറഞ്ഞെങ്കിലും ഇതുവരെ ക്ലൈമാക്സ് എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ പുക പോണ കിണർ കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഫൈനൽ ഷോ കാണാനായിട്ട് നടന്നു. എൻ്റെ സ്റ്റാമിന ഫുള്ളി പോയി എന്നുള്ളൊരു ലൈവ് എക്സാമ്പിളായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. ഷോ ആയതുകൊണ്ട് ലൈൻ കുറവാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല, ഇവിടെയും പ്രതീക്ഷകൾ തെറ്റി. അപ്പോൾ ഈ ഷോ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവീൻ്റെ ബേസ്ഡ് ആയിരുന്നു. ആ മൂവീൻ്റെ ക്യാരക്ടേഴ്സും സീൻസും ഒക്കെ തന്നെ മിമിക്ഡ് പോലെയായിരുന്നു അത്. അപ്പോൾ ആ മൂവി കണ്ടവർക്ക് ഇത് ഭയങ്കര റിലേറ്റബിൾ ആവും. നമ്മൾ ഈ മൂവി ലൈവ് കാണുന്ന പോലെ ഒരു ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വി ആർ ഫൈനലി ഡൺ ഫോർ ദ ഡേ. ഇവിടെ ഡ്രാഗൺ എഗ്സ് മേടിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് നിങ്ങൾ ജസ്റ്റ് കണ്ടത് കേട്ടോ. അങ്ങനെ പോണതിന് മുന്നേ ഒരു ചൂറോസും മേടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ഈ ചൂറോസ് ഷോപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു ബാക്ക് ടു ഹോട്ടൽ.